നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജീഷ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യിക്കുക എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ വെബ്സൈറ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കാണിക്കണമെന്നില്ല. അതായത് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്താൽ മാത്രമേ ഗൂഗിളിലെ വെബ്സൈറ്റ് കാണിക്കത്തുള്ളൂ. അതെങ്ങനെ ഇൻഡെക്സ് ചെയ്യിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്തേക്കണേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് കൺസോൾ സെർച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. ഗൂഗിൾ സെർച്ച് കൺസോളും വെൽക്കം ടു ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞ രണ്ട് ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ അതിൽ വെൽക്കം ടു ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ രണ്ട് വെരിഫിക്കേഷൻ മെത്തേഡുണ്ട്. ഒന്ന് ഡൊമൈൻ വെരിഫിക്കേഷൻ മെത്തേഡും രണ്ടാമത്തെ URL പ്രിഫിക്സ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്ന URL പ്രിഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് ചെയ്യിക്കേണ്ട വെബ്സൈറ്റിൻ്റെ URL അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു വെബ്സൈറ്റാണ് ഇവിടെ ഇൻഡെക്സ് ചെയ്യിക്കാൻ പോകുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ URL കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. വെരിഫൈ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി വരും. അതിനകത്തിൽ ആദ്യം കാണിക്കുന്ന മെത്തേഡ് HTML ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഫോൾഡറിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്യാനാണ് ആദ്യത്തെ മെത്തേഡ് കാണിക്കുന്നത്. ഞാനപ്പോൾ അത് ചൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു മെറ്റാ ടാഗ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. അവിടെ പ്ലഗിൻസിൻ്റെ അണ്ടറിൽ നിന്നും ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ സെർച്ച് പ്ലഗിൻസ് എന്നുള്ള ഫീൽഡിൽ വന്നിട്ട് യോസ്റ്റ് SEO എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം കാണുന്ന യോസ്റ്റ് SEO എന്നുള്ള ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് പ്ലഗിൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. SEO പ്ലഗിൻ എടുത്തതിന് ശേഷം വെബ് മാസ്റ്റർ എന്ന് പറഞ്ഞുള്ള ടാബ് ഓപ്പൺ ചെയ്യുക. നമ്മൾ മുമ്പ് കോപ്പി ചെയ്ത മെറ്റ ടാഗ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗൂഗിൾ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടാകും. അവിടേക്ക് നമ്മുടെ മെറ്റ ടാഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചേഞ്ചസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത മെറ്റ ടാഗിന് അതിൽ നിന്ന് കണ്ടൻറ്റ് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ മെറ്റ ടാഗായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ള കണ്ടൻറ്റ് മാത്രം ആ പ്ലഗിൻ തന്നെ ഫെച്ച് ചെയ്തെടുത്തോളും. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിലോട്ട് വന്നിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓണർഷിപ്പ് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഗോ ടു പ്രോപ്പർട്ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യിക്കാൻ വേണ്ടി സൈറ്റ് മാപ്പ് നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. സൈറ്റ് മാപ്പ് HTML സൈറ്റ് മാപ്പും ഉണ്ട്, XML സൈറ്റ് മാപ്പും ഉണ്ട്. നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യേണ്ട XML സൈറ്റ് മാപ്പാണ്. അപ്പോൾ നമുക്ക് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ യോസ്റ്റ് SEO പ്ലഗിൻ എടുത്തതിന് ശേഷം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ടാബ് ഓപ്പൺ ചെയ്യുക. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ XML സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കാണാൻ സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സീ ദ XML സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് താഴെ ഇൻ്റർലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ XML സൈറ്റ് മാപ്പ് ലോഡായി വരും. അവിടെ നിങ്ങളുടെ XML സൈറ്റ് മാപ്പിൻ്റെ ആ ഒരു URL മാത്രം കോപ്പി എടുക്കുക. എന്നിട്ട് സൈറ്റ് മാപ്പിൽ വന്നിട്ട് ആഡ് ന്യൂ സൈറ്റ് മാപ്പ് എന്നുള്ള ടെക്സ്റ്റിൻ്റെ താഴെ കാണുന്ന ഫീൽഡിൽ അത് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം സൈറ്റ് മാപ്പ് സബ്മിറ്റഡ് ആയിട്ടുണ്ട്. കുഡിൻ ഫെച്ച് എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഡിൻ ഫെച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈറ്റ് മാപ്പ് കുഡിൻ ഫെച്ച് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL മുകളിൽ ഇൻസ്പെക്ട് എനി URL എന്ന് പറഞ്ഞൊരു ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സെർച്ച് ചെയ്യാനുള്ളൊരു ഫീൽഡാണ്. അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. URL ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്ക് നിങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്ന URL ഈസ് ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞുള്ള സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി URL ഈസ് നോട്ട് അവൈലബിൾ ഓൺ ഗൂഗിൾ എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന റിക്വസ്റ്റ് ഇൻഡെക്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഗൂഗിളിൽ കയറിയിട്ട് ഈ URL ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഇവിടെ ഇൻഡെക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം പേജ് തന്നെ ഇവിടെ ഇൻഡെക്സ് ആയിട്ടുണ്ട്. സെർച്ച് കൺസോളിൽ വന്നിട്ട് എബൌട്ട് പേജ് ഇവിടെ ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ എബൌട്ട് പേജ് ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് റിക്വസ്റ്റ് ഇൻഡെക്സ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്കിപ്പം സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ ഈ വെബ്സൈറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ആവണമെന്നില്ല. കാരണം ഞാനിത് ഇന്നലെ സബ്മിറ്റ് ചെയ്ത സൈറ്റ് മാപ്പാണ്. എനിക്ക് ഇന്നാണ് ഇത് ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ട് വന്നത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഏതൊക്കെ പേജ് ഇൻഡെക്സ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ വന്നതിന് ശേഷം ഇവിടെ സൈറ്റ് ഇട്ടിട്ട് സൈറ്റ് കോളൻ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL ടൈപ്പ് ചെയ്യുക. എന്നിട്ട്
സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഏതൊക്കെ പേജ് ഇൻഡെക്സ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിപ്പോൾ ഹോം പേജ് മാത്രമേ ഇവിടെ ഇൻഡെക്സ് ആയിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോ തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.